ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ വളരെ സന്തോഷമേറിയ ഒരു നിമിഷമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മൈ ഹസ്ബൻഡ് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ടുള്ളൊരു നിമിഷമാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ദുബായിൽ നിന്ന് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ തലേ ദിവസം തന്നെ ഗിഫ്റ്റെല്ലാം റെഡിയാക്കി വെച്ച് ഫ്ലവറൊക്കെ വാങ്ങിച്ച് തിരൂർ പോയി ഫ്ലവറൊക്കെ വാങ്ങിച്ചു ഞാൻ തന്നെ സെറ്റ് ചെയ്തു, ഒരു ബൊക്കൊക്കെ ആക്കിയിട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ആൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ വരും എന്നുള്ളത്. പിന്നെ ആൾ വരുന്നത് എനിക്കറിയാം, പക്ഷേ ആൾക്ക് ഞാൻ വരുന്നത് അറിയില്ലായിരുന്നു. അപ്പോൾ ആൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു നിമിഷമാണ് കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് എത്തിയിട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് ബൊക്കെയൊക്കെ കൈമാറി. പിന്നെ ആൾ വളരെ സന്തോഷത്തിലായിരുന്നു എന്നെ കണ്ടിട്ട്. ആളെ കണ്ടപ്പം എനിക്കും വളരെ സന്തോഷമുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു വർഷത്തിൻ്റെ കാത്തിരിപ്പാണ് നമ്മളെ ഒരു നേരിട്ട് കാണുന്ന ഒരു നിമിഷം. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഞാനങ്ങനെ പോയിട്ടില്ല, ഞാൻ ഫസ്റ്റായിട്ടാണ് ആളെ വിളിക്കാൻ പോകുന്നത്. ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരുമിച്ച് വീട്ടിലേക്ക് പോയി. നേരിട്ട് കാണുമ്പോൾ ഒരു ചമ്മലുണ്ടായിരുന്നു കേട്ടോ. മനസ്സിലെ വിഷമവും സങ്കടങ്ങളൊക്കെ നിറഞ്ഞിരുന്ന നിമിഷമായിരുന്നു. എന്തോ ഒരു ത്രില്ലിലടിച്ച് നിൽക്കണേന്ന് കേട്ടോ. പക്ഷെ എല്ലാ വർഷം കാണുമ്പോൾ അതൊരു രസം തന്നെയാണ്. നമ്മൾ പ്രവാസി ഭാര്യമാർക്കത് ഒരു ലക്കാണ്. പിന്നെ നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോയി. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് റാഹത്തായി. അങ്ങനെ ഹസ്ബൻഡിന് നല്ലൊരു സർപ്രൈസ് വീഡിയോ കൊടുത്ത് ഇനി ഹസ്ബൻഡ് തന്നെ ഒരു സർപ്രൈസ് വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ എന്താണ് ആ വിശേഷങ്ങളൊന്ന് കണ്ടാലോ. അപ്പോൾ ഹസ്ബൻഡിന് വണ്ടി എടുക്കാൻ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ തിരൂരുള്ള ഹോണ്ടേൻ്റെ ഒരു ഷോറൂമിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളക്ഷൻ കേട്ടോ. നമ്മൾ ഡിയോൻ്റെ ഒരു കമ്പനിയിലുള്ള വണ്ടികളാണ് അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയിക്കുന്നത്. അപ്പോൾ ഞാൻ ഡ്രൈവിങ് പഠിച്ചിട്ട് ടെസ്റ്റൊക്കെ പാസ്സായിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് തന്നെ പാസ്സായിട്ടോ. പിന്നെ അത്യാവശ്യം വണ്ടി ഓടിക്കാൻ എനിക്ക് അറിയായിരുന്നു. നമ്മൾ ഡ്രൈവിങ് പഠിക്കുന്നതിന് മുന്നേ തന്നെ വണ്ടി ഓടിക്കാൻ അറിയാം എനിക്ക്. നമ്മളെ വീട്ടിൽ വണ്ടി ഉണ്ട് കേട്ടോ. ഉപ്പൻ്റെ വണ്ടി ഉണ്ട്, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോകലുണ്ട്. ഇവിടെ എടുത്തൊക്കെ ഒന്ന് വണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡ്രൈവിങ് പഠിക്കുന്ന മുന്നേ തന്നെ കുറച്ചൊക്കെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഡ്രൈവിങ് പഠിക്കുന്ന സമയത്തുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ഡ്രൈവിങ് പഠിക്കുന്നതിൻ്റെ സമയത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഈ വണ്ടി ഗിയറുള്ള വണ്ടിയാണ് കേട്ടോ. 2 വീലർ ഗിയറുള്ള വണ്ടിയാണ് ഞാൻ പോയ പാടെ എനിക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പഴയ M80 വണ്ടിയും അതുപോലെ 2 വീലർ മറ്റേ സ്കൂട്ടി ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഈ ഒരു ഗിയറുള്ള വണ്ടിമേലാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും തന്നെയാണ് കേട്ടോ വണ്ടി വരുന്നത്. പിന്നെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ A to Z എന്നുള്ള ഓഫീസിലാണ് നമ്മൾ ചേർന്നിട്ടുള്ളത്. നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന നല്ലൊരു ടീച്ചറായിരുന്നു എനിക്ക് കിട്ടിയത്. രഞ്ജിനി ടീച്ചർ നല്ല ടീച്ചറാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരും. നമുക്കൊരു കമ്പനി ആയിട്ട് ആളുണ്ടാവും കേട്ടോ എപ്പോഴും. ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടാണ് ആൾ എൻ്റെ. അങ്ങനെ ഡ്രൈവിൻ്റെ ടെസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡിലായിരുന്നു ഞങ്ങൾക്ക് ഡ്രൈവിൻ്റെ ടെസ്റ്റ് ഞങ്ങൾക്ക് നോക്കുന്നത്. പിന്നെ ഗ്രൗണ്ടിലായിരുന്നു 8 നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തേന്ന് മാഷാഅല്ലാഹ് റിസൾട്ട് പാസ്സായി. അപ്പോൾ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഹസ്ബൻഡൊക്കെ അൽഹംദുലില്ലാഹ് മബ്രൂക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രോത്സാഹനമായിരുന്നു കേട്ടോ. പിന്നെ വളരെ സന്തോഷമേറിയ നിമിഷമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ കിട്ടും എന്നുള്ളത്. കാരണം അത്രയും എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്നൊക്കെ ട്രൈ ചെയ്യലുണ്ട്. എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ വണ്ടി എടുക്കും. വീട്ടിൽ നിന്നായാലും ട്രൈ ചെയ്ത് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഓടിച്ചൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ വണ്ടി എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ആ പേടിയും അതുപോലെ ഓടിക്കാനുള്ളൊരു കോൺഫിഡൻ്റ് ഒക്കെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ നല്ലൊരു റിസൾട്ടും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈക്കിൾ ബാലൻസ് ഉണ്ടായതുകൊണ്ട് എനിക്കൊന്നും പേടിക്കാനില്ലായിരുന്നു കേട്ടോ. പിന്നെ കല്യാണത്തിന് മുന്നേ ഞാൻ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് സൈക്കിൾ ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. സൈക്കിളിൻ്റെ ഒരു ഭ്രാന്തത്തിനായിരുന്നു കേട്ടോ. ഞാൻ എപ്പോൾ ഉപ്പനോടൊക്കെ പറഞ്ഞ് സൈക്കിൾ വാങ്ങലും ഓടിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹമായിരുന്നു വീണ്ടും എനിക്ക് വണ്ടി ഓടിക്കണം പഠിക്കണം. ആ ആഗ്രഹം സഫലമാക്കി തന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ നിമിഷം ഞാൻ ഓർക്കുന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഞാൻ എത്തിയത്. എൻ്റെ എല്ലാ കാര്യത്തിലും ആൾ എനിക്ക് വേണ്ടി നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർ സപ്പോർട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അത് മനസ്സറിഞ്ഞ് സന്തോഷിക്കണമെങ്കിൽ അവരെ സപ്പോർട്ടും കൂടി നമ്മളെ കൂടെ വേണം കേട്ടോ. അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുള്ള ഒരു നിമിഷത്തിലേക്കാണ് ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു വിശേഷം കൂടി കാണിക്കാം. അങ്ങനെ വണ്ടിയൊക്കെ നോക്കുമ്പോൾ എന്നോട് പറയുന്നത്, ഈ വണ്ടി നിനക്കിഷ്ടമായോ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കല്ലല്ലോ വണ്ടി എടുക്കാൻ, നിങ്ങൾക്കല്ല, എനിക്ക് ഇവിടുത്തെ വണ്ടിയൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞ്.
പിന്നെ പെട്ടെന്നാണ് നിനക്കാണ് വണ്ടി എടുക്കുന്നത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് വണ്ടി എടുക്കണം എന്നുള്ളത്. പക്ഷേ ആളോട് പറയുമ്പോൾ ആൾ പറയും എടുക്കാം, സമയമായിട്ടില്ല, എടുക്കാം എന്നൊക്കെ പറയും. ഞാൻ വന്നതിന് ശേഷം നോക്കാം എന്നൊക്കെ പറയും. പക്ഷേ ഇത്ര പെട്ടെന്ന് എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. പിന്നെ വണ്ടി അവിടെ നിന്ന് എടുത്തു. പിന്നെ എണ്ണയൊക്കെ അടിച്ചു കേട്ടോ. എണ്ണ അടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്നെ വണ്ടിയിൽ കയറ്റി ഞാനായിട്ട് വണ്ടി ഓടിക്കണം. ഫസ്റ്റായിട്ട് വണ്ടി എടുത്തിട്ട് ഓടിക്കുന്നത് ഞാനാണ്. ബാക്കിൽ ആൾ ഇരിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് ഒരു ആഗ്രഹം, നമ്മളുടെ ഒരു ആഗ്രഹം സഫലമായിട്ടുള്ള. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ വൈകിട്ട് കുട്ടികളായിട്ട് ഞങ്ങൾ ഒന്ന് മാളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാളിൽ പോയിട്ടുള്ള വിശേഷം കൂടി കാണിക്കാം. അങ്ങനെ AK മാളിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാളിലെത്തിയ സമയം ക്രിസ്മസിൻ്റെ സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ മാളിലത്തെ വിശേഷങ്ങളാണ് ഈ കാണാൻ പോകുന്നത് കേട്ടോ. ഇവിടെ വന്നാൽ മക്കൾസിനൊക്കെ ഈ എസ്കലേറ്ററിൽ കയറി കളിക്കുക തന്നെയാണ് കേട്ടോ മെയിൻ പരിപാടി. അപ്പോൾ മക്കൾസിന് ഇതന്നെയാണ് ഫുൾ ടൈം നേരം, അവരെ കളി എയിമിലേക്ക് തന്നെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഗെയിംസൊക്കെ വേണം. ഗെയിംസിൻ്റെ സെക്ഷനിലേക്കാണ് പോയിട്ടുള്ളത്. നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ മാള് വരുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും അതുപോലെ കുട്ടികളായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഗെയിംസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. കുട്ടികളായിട്ട് ആദ്യം വന്നാൽ ഇവിടെയാണ് ഇവർ പോവൽ കേട്ടോ. ഇവർക്ക് ഇഷ്ടമുള്ളൊരു പ്ലേസ് ഇതാണ്. പിന്നെ ഉമ്മ ഉണ്ടായിരുന്നു, എൻ്റെ ഇത്തയുടെ മോളുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ മാളിലോട്ട് വന്നിട്ട് കൂടുതലും ഞാൻ അവിടെ നിന്നാണ് കൂടുതലും പോവാറ്. കാരണം ഞങ്ങൾക്ക് അടുത്താണ് അവിടെ. ഇവിടെ നിന്ന് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് കുറച്ചപ്പം വരാനുണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് പോവാറുണ്ട് മാളിൽ. നമുക്ക് എല്ലാ സാധനങ്ങളും മാളിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ ഇപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ മക്കൾസൊക്കെ ഇത് ഗെയിംസൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നമ്മൾ കോയിൻസ് ഇടണം കേട്ടോ, എന്നാലേ ഒന്ന് സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ ഷെനിമോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, പൊന്നുമോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അവർക്ക് ഇനി ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ് ഒന്ന് നോക്കാം. അങ്ങനെ ഇത് അവരുടെ കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ കോയിൻസ് ഇടണം. അപ്പോൾ അതൊക്കെ ചെയ്താലാണ് ഈ വണ്ടികളൊക്കെ സ്റ്റാർട്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് ബൈക്കുമ്മലാണ് കയറുന്നത്. പൊന്നുമോൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ബൈക്കിൽ കയറണം എന്നുള്ളത്. അപ്പോൾ ഷെനിമോൾ കുറുമ്പുടിക്കുക അവളെ കൂടെ കയറാൻ. അങ്ങനെ അതാ ഫ്രണ്ടിൽ ഇരുന്നിട്ട് രണ്ടാളും കൂടി ഇങ്ങനെ ഗെയിം കളിക്കുക കേട്ടോ. പിന്നെ കോയിൻസ് ഇട്ടാലേ സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവർ ഇവിടെ വന്നാൽ ആദ്യം എത്തുന്നൊരു സ്ഥലം ഇതാണ് കേട്ടോ. ഷെനിമോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഷെനിമോൾക്ക് കളി എന്താണെന്ന് വലിയ ഐഡിയ ഇല്ല, എന്നാൽ അവളെ കൊണ്ട് കഴിയുന്ന പോലെ അവളും കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ സന്തോഷം അതാണ് നമ്മുടെയും സന്തോഷം. അത് കഴിഞ്ഞ് മോനിക്ക് ഗെയിം കളിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ. പിന്നെ ഇതിന്മേലാണ് അവനിക്ക് മെയിനായിട്ട് കളിക്കാൻ ഒരു ആഗ്രഹം. കാരണം ഇത് ഒരു കാർ ഓടിക്കുന്ന ഒരു ഫീല് കിട്ടും, അതിനാണ് അവനിക്ക്. വണ്ടിനോട് ഭയങ്കര ക്രൈസിയാണ്. എപ്പോഴും വണ്ടി എന്നുള്ളൊരു നെയ്യത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് കാറുകൾ വണ്ടികളൊക്കെ വാങ്ങി വയ്ക്കുക. പിന്നെ എവിടെ പോയാലും വണ്ടീൻ്റെ ഡിസൈൻ നോക്കുക. വണ്ടിനോട് ഭയങ്കര ഒരു ക്രൈസുള്ള ഒരാളാണ്. ഇപ്പോൾ ഈ ഒരു ഗെയിം കളിക്കാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഇങ്ങനെ കളിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെ കയ്യിലില്ല. അടുത്ത് നമ്മൾ വേഗം പോവാറാണ്. അപ്പോൾ ഇന്ന് അവനിക്ക് ഇതിന് അങ്ങനെ ഒരു ആഗ്രഹമല്ലേ, അപ്പോൾ ഇന്ന് സാധിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം കളിക്കുമ്പോൾ അതിനൊരു ഐഡിയ കിട്ടിയിട്ടില്ല. പിന്നെ ആൾക്കതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായതിൻ്റെ ശേഷം പിന്നെ നന്നായിട്ട് കളിക്കണം കേട്ടോ. പിന്നെ ശരിക്കും ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ അവന്. നമുക്ക് കണ്ടിരിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കളിക്കുന്നത് കാണാൻ തന്നെ. അപ്പോൾ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ശരിക്കും നല്ല സ്പീഡിലാണ് കേട്ടോ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗെയിമിൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഓരോ വണ്ടിനെയും ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ എവിടെയൊക്കെ പോയിരിക്കാൻ ഒരു സൈഡിൽ പോയിട്ട് എന്തൊക്കെ പറഞ്ഞിരിക്കുക അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ശരിക്കും അങ്ങനെ ശ്രദ്ധിച്ച് ഗെയിം കളിച്ചാൽ അപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റോടെ കളിക്കുന്നതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ആദ്യം ഗെയിമുകളൊക്കെ കളിച്ചിട്ട് ചെയ്ത് ഇവിടെ ഞാൻ
ഒരു ഫ്രിങ് പോലത്തെ ഒരു ഐറ്റംസാണ് ഈ ഒരു ഇരിക്കണ ഒരു ചെയർമലൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും വണ്ടിമേൽ നമ്മൾ സീറ്റിൽ ഇരിക്കുന്ന ഒരു ഫീലും കാറിൽ പോണ ഒരു ശരിക്കൊരു വണ്ടി ഓടിക്കുന്ന ഫീലൊക്കെ കിട്ടും. അവൻ ശരിക്കും അതിൽ ഫോക്കസ് ചെയ്ത് അവന് ശരിക്കും എൻജോയ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായി ശരിക്ക്. എന്തോ ഒരു ഫീലിങ്സ് വരിക ശരിക്കും. അവനിക്ക് എത്ര ഒരു ആഗ്രഹം ഉണ്ട് അവൻ്റെ വണ്ടീനോടുള്ളത്. അപ്പോൾ അവൻ അതിനോട് ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആൺകുട്ടികളൊക്കെ ഇങ്ങനെ തന്നെ ആയിക്കാരല്ലേ, വണ്ടീനോട് ഭയങ്കര ക്രേസി ആയിക്കാരം. അങ്ങനെ മക്കളുടെ പ്ലേ ടൈമൊക്കെ കഴിഞ്ഞു. മോനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, ഈ ഒരു ഗെയിമിൻ്റെ ഒരു കളി ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റോടെ അവൻ കളിച്ചൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ മക്കൾസൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ കുട്ടികളെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ, ഇതുപോലെയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി പോവാറായി. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് നമ്മൾ AK മാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഷെഫ് സ്റ്റോറിൽ പോയിട്ട് നമ്മളൊന്ന് ഡ്രിങ്കൊക്കെ കുടിച്ചിരുന്നു. പിന്നെ ലോട്ടർ ഫ്രൈസൊക്കെ കഴിച്ച് കുട്ടികളെ ഒന്ന് ഹാപ്പി ആക്കി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വ്ളോഗായിട്ട് കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.